أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قوم لوط المرسلين إذ قال لهم أخوهم لوط ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أتأتون الذكران من العالمين وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون. صدق الله العظيم. സൂറത്ത് ശുഅറ 160 മുതൽ 66 വരെ. കസ്സബത്ത് ഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ഖൗമ് കളവാക്കി അൽ മുർസലീൻ, മുർസലീങ്ങളെ, റസൂലുമാരെ. ഇത് ഖാല ലഹും, അവരോട് പറഞ്ഞ സന്ദർഭം, അഖൂഹും ലൂത്തുൻ, അവരുടെ സഹോദരനായ ലൂത്ത്, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ, ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാകുന്നു. ഫത്തഖുല്ലാഹ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, വഅതീഊനി, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, മിൻ അജ്രിൻ, യാതൊരു പ്രതിഫലവും, ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലമല്ല, ഇല്ല അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൻ്റെ ഉത്തരവാദിത്തത്തിലല്ലാതെ. അതഅ്തൂന, നിങ്ങൾ പ്രാപിക്കുകയാണോ, അദ്ദുക്റാന, പുരുഷന്മാരെ, മിനൽ ആലമീൻ, ലോകരിൽ നിന്ന്, വതദറൂന, നിങ്ങൾ വെടിയുകയും ചെയ്യുകയാണോ, മാ ഖലഖലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായി സൃഷ്ടിച്ചത്, മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളായിട്ട്, ബൽ അൻതും, എന്നാൽ നിങ്ങൾ, ഖൗമുൻ ആദൂൻ, അതിരുവിട്ട ഒരു ജനതയാകുന്നു. ഇനി പറയുന്നത് ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ചരിത്രവും ആ ജനതയുടെ ധിക്കാരവും അതിൻ്റെ അനന്തരഫലവുമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് മക്ക നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ രംഗത്ത് വന്നപ്പോൾ അവർക്ക് താക്കീതാകുന്നതിന് വേണ്ടിയാണ് ഇത് ചുരുക്കി പറയുന്നത്. മുമ്പുള്ള ജനതയുടെ പോലെ തന്നെ ലൂത്തിൻ്റെ ഖൗമ് റസൂലുമാരെ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. എത്ര റസൂലുമാരെ എന്നൊന്നും പറയുന്നില്ല, ലൂത്തിൻ്റെ ജനത എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മുമ്പും റസൂലുമാരുണ്ടാകാം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സമകാലികനാണ് ലൂത്ത് അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രനാണ്. ഇറാഖിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആകെ ലൂത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി ആയിരുന്നയാൾ മാത്രമാണ്. ഇറാഖിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പം ഹിജ്റ ചെയ്യുകയും പിന്നീട് സദൂം, അതാണ് ലൂത്തിൻ്റെ ജനതയുടെ സ്ഥലം, ഇന്നത്തെ ട്രാൻസ് ജോർഡാൻ അഥവാ ഇസ്രായേലിൻ്റെയും ജോർഡാനിൻ്റെയും ഇടയിൽ കിടക്കുന്ന ചാവുകടലിൻ്റെ തീരത്തുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു സദൂം. പിൽക്കാലത്ത് അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. 2000-ഓളം ഖബറുകളുള്ള ശ്മശാനം. അപ്പോൾ അതിൻ്റെ ശ്മശാനമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിവാസികളുണ്ട്. പക്ഷേ നിവാസികളുടെ ഒന്നും കാണാനില്ല. അവരൊക്കെ കടലെടുത്തു പോയതായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ചാവുകടലിൻ്റെ ഭാഗമായി മാറിയ ആ പ്രദേശമാണ് ഇപ്പോൾ ചാവുകടലിൻ്റെ ഒരു ഭാഗം. അതാണ് ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനത എന്ന് പറയുന്നത്. ലൂത്ത് അലൈഹിസ്സലാം അവിടുത്തുകാരനാകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെ അവിടെ എത്തുകയും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് വിവാഹം കഴിക്കുകയും അങ്ങനെ അവരിലൊരാളായി ജീവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അസലിൽ അവിടുത്തുകാരനല്ലാത്ത ലൂത്ത് അലൈഹിസ്സലാം അവരുടെ സഹോദരനായിട്ട് മാറുന്നത്.
അങ്ങനെ സഹോദരനായി ജീവിക്കുമ്പോഴാണ് അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ റസൂലായിട്ടും നിയോഗിക്കപ്പെടുന്നത്. ആ റസൂല് അഥവാ മൂസ അലൈഹി സ്വലാമും ഹാറൂൻ അലൈഹി സ്വലാമും ഒരിടത്തുണ്ടായിരുന്നത് പോലെ ഒരേ കാലത്ത് നബിയായിട്ടുണ്ടായിരുന്നവരാണ് ഇബ്രാഹിം അലൈഹി സ്വലാമും ലൂത്ത് അലൈഹി സ്വലാമും. അങ്ങനെ ആ ലൂത്ത് അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് ചോദിച്ചു, ഇത് ഖാല ലഹും അഖൂഹും ലൂത്തുൻ അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ എന്ന് അവരോട് ചോദിച്ചു. പിന്നെ ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാകുന്നു. അവർക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന, അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്. വിശ്വാസ്യതയൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികൾക്കെന്ന പോലെ അതിൻ്റെ മുമ്പ് തന്നെ വിശ്വാസ്യതയിലൊക്കെ അവർക്ക് അംഗീകാരം നേടിയെടുത്തിട്ടുള്ള ആളാണ് ലൂത്ത് അലൈഹി സ്വലാമും എന്നർത്ഥം. ഫത്തഖുല്ലാഹ വ അത്തിഊൻ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് പറഞ്ഞ അതേ വർത്തമാനം തന്നെ. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ, ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, എൻ്റെ പ്രതിഫലം അള്ളാഹു തരാമെന്നേറ്റതാണ്. അഥവാ ഇസ്ലാം സ്വീകരിക്കുന്നതിന്, ഞാൻ പറഞ്ഞു തരുന്ന ആദർശം സ്വീകരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം സൗഭാഗ്യപൂർണ്ണമാക്കുന്നതിന് ജ്യോത്സ്യന്മാർക്ക് കൊടുക്കുന്നത് പോലെ ഉള്ള പ്രതിഫലമൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? അത് എനിക്ക് പ്രതിഫലം കിട്ടും പടച്ചവൻ്റെ അടുത്തുനിന്ന്, അള്ളാഹു പ്രതിഫലം തരും, അവനേറ്റതാണ് എൻ്റെ പ്രതിഫലം എന്ന നിലക്കാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് എല്ലാ നബിമാരും പറയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രബോധിതരോട് മക്കയിൽ പറഞ്ഞ അതേ കാര്യമാണ് ലൂത്ത് അലൈഹി സ്വലാമും പറഞ്ഞത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് പറയുന്നത് എന്തിനാണ്? ഒന്ന്, എല്ലാ നബിമാരും പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെയാണ്. ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ജനത നശിപ്പിക്കപ്പെട്ട സ്ഥലം മക്കക്കാർ യാത്രാമധ്യമൊക്കെ കാണുന്ന സ്ഥലവുമാണ്. അവർക്ക് അതേ സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് വെച്ച് ഉണർത്തുന്നത്. എന്നിട്ട് അവരുടെ പ്രശ്നം എന്താണ്? അതൂന ദുക്രാന മിനൽ ആലമീൻ, ലോകരിൽ അഥവാ ലോകത്തുള്ള മനുഷ്യരിൽ എന്നർത്ഥം. അതിനാണ് ആലമീൻ എന്ന് പറഞ്ഞത്. ആ ആലമീങ്ങളിൽ നിങ്ങൾ പുരുഷന്മാരെ പ്രാപിക്കുകയാണോ, അഥവാ സ്വവർഗഭോഗികളായിരുന്നു? സ്വവർഗ ലൈംഗികത നിങ്ങൾക്ക് മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ ചെയ്യുകയാണ് എന്ന് നേരത്തെ സൂറത്തുൽ അഅ്റാഫിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ആരും ഇത്തരം പണികൾ ഒരു സമൂഹം എന്ന നിലക്ക് ഇത്ര അതിക്രമമായിട്ട് സ്വവർഗരതിയിൽ അഭിരമിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടില്ല എന്ന്. അതൂന ദുക്രാന മിനൽ ആലമീൻ, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ? വതദറൂന മാ ഖലഖലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബ് സൃഷ്ടിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയുമാണോ? അഥവാ ലൈംഗിക താല്പര്യം സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ്, അല്ലെങ്കിൽ ഇണകളോടല്ല സ്വവർഗത്തിലുള്ള ആളുകളോടാണ്. അല്ലാഹു തആല ഖലഖനാക്കും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവർ ഇണകളെ ഒഴിവാക്കിയിട്ട് പുരുഷനോടും സ്ത്രീകളോടും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് അവർ ചെയ്തിരുന്നത്. ബൽ അൻതും ഖൗമുൻ ആദൂൻ, എന്നല്ല, നിങ്ങൾ അതിക്രമകാരികളായ ജനതയാണ്. എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള വിഷയം? അവരുടെ വിഗ്രഹാരാധന പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഖുർആൻ വിവരിക്കുന്നില്ല. ലൂത്ത് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് ഒരിടത്തും അവർ അള്ളാഹുവിനെ കൂടാതെ ആരെങ്കിലും ആരാധിച്ചു എന്നോ വിഗ്രഹാരാധന നടത്തിയതായിട്ടോ ഒന്നും പറയുന്നില്ല. അതേസമയത്ത് ഇതിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയുണ്ട്. ഖുർആൻ ഷിർക്കിൻ്റെ ഒരു ഇനമായിട്ട് പറയുന്നതാണല്ലോ ഇത്തഖദ ഇലാഹു ഹവാഹു, ദേഹേച്ഛയെ ഇലാഹാക്കി എന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ അസുഖം എന്ന് പറയുന്നത്. അഥവാ അവർക്ക് തോന്നിയ പോലെ തോന്നിയാസികളായിട്ട് ജീവിക്കും, അല്ലാതെ അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമങ്ങളോ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോ പ്രകൃതി നിയമങ്ങളോ പോലും അനുസരിക്കുവാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു തോന്നിയാസി ജനത, തോന്നിയ പോലെ ജീവിക്കുന്ന ജനതയായിരുന്നു അവിടുത്തെ പുരുഷന്മാരും അവിടുത്തെ സ്ത്രീകളും. അതുകൊണ്ടാണ് സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ലൂത്ത് നബിയുടെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. അങ്ങനത്തെ ആളുകളാണ്. അതാണ് ബൽ അൻതും ഖൗമുൻ ആദൂൻ എന്ന് ചോദിക്കുന്നത്. സ്വവർഗരതി എന്ന് പറയുന്നത് ഇക്കാലത്ത്
അംഗീകരിക്കപ്പെട്ട നിയമാനുസൃതം സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും തമ്മിലൊക്കെ വിവാഹം കഴിക്കുവാൻ കോടതി ഉത്തരവിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും നമ്മുടെ രാജ്യത്ത് പോലും അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മളുള്ളത്. പക്ഷേ അത്രയും വൃത്തികെട്ട അതിക്രമപരമായ കാര്യമായിട്ടാണ് ഈ താന്തോന്നിത്തം, തനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും, അതൊക്കെ എൻ്റെ വ്യക്തിനിഷ്ഠമായ കാര്യമാണ്, അതിലൊന്നും ഇടപെടരുത് എന്നൊക്കെ ഉള്ള നിലപാടുകാർ പറയുന്ന ഈ കാര്യത്തെ ഖുർആൻ കാണുന്നത്. അത്തരം ഇപ്പോൾ ലോകകപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ ഖത്തറിൽ അത് അനുവദിക്കാത്തതിൻ്റെ പേരിൽ വരെ ഖത്തർ രാജ്യവും ഭരണാധികാരിയുമൊക്കെ വലിയ വിമർശനം ഏറ്റുവാങ്ങിയത്, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയത് മാധ്യമങ്ങളിൽ അന്ന് വന്നിരുന്നു. കാരണം ഇതാണ് പുരോഗമനം, സ്വവർഗ ലൈംഗികതയാണ് ഇപ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ കുഴപ്പം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതം ശരിയായി പോകാനും അതുപോലെ തന്നെ വംശവർദ്ധനവിനും ചില പ്രകൃതി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതുപോലെ? ഭക്ഷണം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്. വിശപ്പ് എന്ന് പറയുന്ന ഒരു ത്വര മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വിശപ്പ് മാറുകയാണ് തൽക്കാലം അവന് വേണ്ടത്. പക്ഷേ വിശപ്പ് മാറുക മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ശരീരത്തിൻ്റെ വിശപ്പ് മാറുക, മനുഷ്യൻ്റെ ആവശ്യം വിശപ്പ് മാറലാണ്. പക്ഷേ മനുഷ്യൻ വിശപ്പ് മാറ്റുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കും, അതിനു വേണ്ട ഊർജത്തിന് വേണ്ട വിഭവങ്ങളൊക്കെ ലഭിക്കും, അതോടൊപ്പം ശരീരം വളരുകയും ചെയ്യും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വിശപ്പ് മാറ്റുന്നതിലൂടെ വേറെയും കാര്യങ്ങൾ നടക്കുകയാണ്. ശരീരത്തിൻ്റെ പോഷണവും വളർച്ചയും നിലനിൽപ്പും എല്ലാം സാധ്യമാകുന്നത് മനുഷ്യൻ വിശപ്പ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രയാസം പരിഹരിക്കുന്നതിലൂടെയാണ്. എന്നതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചതാണ് ലൈംഗികമായ ചോദന അഥവാ ലൈംഗികദാഹം. ആ ലൈംഗികദാഹം മനുഷ്യൻ അതിൻ്റെ യഥാർത്ഥ വഴിയിൽ പരിഹരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ ലൈംഗിക പങ്കാളിയോട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം, അതിലൂടെ രൂപപ്പെടുന്ന കുടുംബം, അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, അവർ സംരക്ഷിക്കപ്പെടും. അവരുടെ ഉത്തരവാദിത്തം മുതിർന്നവർ ഏൽക്കും, അവർ സംരക്ഷിക്കപ്പെടും. അതുപോലെ സ്ത്രീകളുടെ ദുർബലാവസ്ഥയിൽ പുരുഷൻ അവർക്ക് താങ്ങും തണലുമായി തീരും. അതുപോലെ പുരുഷന് വളരെ ഉറച്ച മാനസിക പിന്തുണ ലഭിക്കും. ഇവരുടെ രണ്ടാളുടെയും കൂടി സഹകരണത്തിലൂടെ ഭദ്രമായ അച്ചടക്കമുള്ള കുട്ടികൾക്ക് സംരക്ഷണവും അതുപോലെ തന്നെ അവരുടെ സംസ്കരണവും സാധ്യമാകുന്ന ഒരു കുടുംബമായി വരും. അങ്ങനെ ഭദ്രതയുള്ള കുടുംബങ്ങളിലൂടെ ഭദ്രതയുള്ള സമൂഹം നിലനിൽക്കും. ഇങ്ങനെയൊക്കെയുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി ജീവനപരമായ വ്യവസ്ഥിതിയുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ വംശവർദ്ധനവ് അതും സാധിക്കുന്നത് ഉപദേശിക്കുന്നതിലൂടെയോ കൽപ്പനയിലൂടെയോ നിയമത്തിലൂടെയോ അല്ല. മനുഷ്യൻ സ്വാഭാവികമായി അവൻ്റെ ശരീരം വളരുമ്പോൾ പുറത്തു വരുന്ന ലൈംഗികദാഹം നിയമാനുസൃതമായ വഴിയിലൂടെ നിറവേറ്റുമ്പോൾ കുടുംബം മാത്രമല്ല ഉണ്ടാകുന്നത്, കുടുംബങ്ങളിലൂടെ മനുഷ്യൻ്റെ വംശവർദ്ധനവും സാധിക്കുന്നു. എന്നാൽ ഇതിനെ മുഴുവൻ ബൈപ്പാസ് ചെയ്യുന്നു എന്നതാണ് സ്വവർഗ ലൈംഗികതയുടെയും വ്യഭിചാരത്തിൻ്റെയും ഒക്കെ പ്രശ്നം. വ്യഭിചാരം ഉത്തരവാദിത്തമില്ലാത്ത കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നത്. കുട്ടികളുടെ കാര്യം ആര് നോക്കണം? കുട്ടികൾ സുരക്ഷിതരല്ലാതെയായി പോകുന്നു, സംസ്കരണം സാധ്യമാകാതെ വരുന്നു, ഭദ്രതയുള്ള കുടുംബജീവിതം ഇല്ലാതെയാകുന്നു എന്നത് വ്യഭിചാരത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ ബ്ലോക്കാക്കി കളയുന്നു. അങ്ങനെ എല്ലാവരും സ്വവർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വംശം തന്നെ കുറ്റിയേറ്റു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ ഇത് ഈ പ്രകൃതി നിയമത്തെ തന്നെ അട്ടിമറിക്കുന്ന, അതുകൊണ്ടാണ് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം എന്നാണ് അതിന് പറയുക. ഇപ്പം അത് പറയാൻ അനുവദിക്കുന്നില്ല, അതും പ്രകൃതി പരമാണ് എന്നാണ്. എന്നിട്ട് മനുഷ്യൻ ജന്മന അങ്ങനെ താല്പര്യമുള്ളവരുണ്ട് എന്നൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ അതിനൊക്കെ നല്ല ചികിത്സയും നല്ല പണിഷ്മെൻറ്റും കൊടുത്താൽ മാറുന്ന മനോവൈകൃതങ്ങൾ മാത്രമാണ് സ്വവർഗ താല്പര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യൻ്റെ തോന്നലിനനുസരിച്ച് ജീവിക്കാൻ വിടുക എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ തന്നെ വയ്യാതെയാക്കുന്ന സംഗതിയാണ്. ഗതാഗതം നടക്കുന്നത്
ഗതാഗതത്തിൽ പോകുന്നവരൊക്കെ ഒരു സൈഡിലൂടെയും ഇങ്ങോട്ട് വരുന്നവർ മറ്റേ സൈഡിലൂടെയും, എല്ലാവരും ഇടതുവശം ചേർന്ന് അല്ലെങ്കിൽ എല്ലാവരും വലതുവശം ചേർന്ന് പോകണമെന്നും ഇങ്ങനെ കുറേ ചിട്ടകളും നിയമങ്ങളും ഉള്ളതുകൊണ്ടാണ് ഗതാഗതം സാധ്യമാകുന്നത് എന്നതുപോലെ മനുഷ്യൻ ജീവിതത്തിൽ കുറേ ചിട്ടകളും നിയമങ്ങളും പാലിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ ജീവിതം പറ്റുക. അല്ലെങ്കിൽ ട്രാഫിക്കിൽ ആർക്കും എങ്ങനെയും വണ്ടി ഓടിക്കാം എന്ന് വന്നാൽ ഉണ്ടാകുന്ന അപകടം എന്തായിരിക്കും? അതുപോലെ ഉണ്ടാകും ഈ സ്വർഗരതി തുറന്നുവിട്ടാൽ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെക്കാൾ ഗുരുതരമായ കാര്യമായിട്ടാണ് സ്വർഗരതിയെ കാണുന്നത്. അതുകൊണ്ടാണ് അതിൽ അഭിരമിച്ച ഒരു ജനത താന്തോന്നിത്വം, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന ദേഹേച്ഛയെ ഇലാഹാക്കുന്ന ശിർക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദുനൂബും ചെയ്യുന്ന ഒരു ജനതയെ തിരുത്താൻ അവരിൽ നിന്ന് തന്നെ, ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിക്കുകയും അവരെ തിരുത്താൻ വേണ്ടി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തതിൻ്റെ കഥ ഇത്ര പ്രാധാന്യപൂർവ്വം പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.